സ്വാമി വിവേകാനന്ദൻ യോഗി ആദിത്യനാഥിനെ ചവിട്ടുകയാണ്. ഇങ്ങനെ ഒരു പടം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പള്ളിക്കോണം രാജീവ്. സത്യത്തിൽ ഇതിൻ്റെ അന്തസത്ത എന്താ? ഇതിലിത്രയേ ഉള്ളൂ, ഈ പോസ്റ്റ് ഇട്ട ആള് ഹിന്ദുത്വ വിരുദ്ധനാണ് നമ്പർ 1. നമ്പർ 2 അയാളൊരു BJP വിരുദ്ധനാണ്. 3ാമത് അയാളൊരു മോഡി വിരുദ്ധനാണ്. 4ാമത് അയാൾ യോഗി വിരുദ്ധനാണ്. അപ്പോൾ യോഗിയുടെയൊക്കെ എന്തൊക്കെ ഉദ്ദേശമുണ്ട്, എന്താണെന്ന് പറയാൻ ചോദിച്ചാൽ ആർക്കും ചിലപ്പോൾ അറിയണ്ടാവില്ല പറയാൻ. യോഗിയാണ്, BJP ആണ്, BJPയുടെ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ പിന്നെ അയാൾക്ക് വിരുദ്ധനാവണമല്ലോ. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാനുണ്ടാവില്ല. ചിലപ്പോൾ അയാൾ പറയുമായിരിക്കും ബുൾഡോസർ വെച്ചിട്ട് വീട് കളഞ്ഞില്ലേ എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ പറയാൻ പോകുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അത് ചിലപ്പോൾ അയാൾ പറഞ്ഞു എന്ന് വരില്ല. ഇതൊരു അന്ധമായിട്ടുള്ള, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ അതുപോലത്തെ ആൾക്കാർക്ക്, ഇപ്പോൾ ഇവിടുത്തെ തന്നെ ആൾക്കാർ പൊളിറ്റീഷ്യൻസിനൊക്കെ ഇല്ല, അന്ധമായിട്ടുള്ള മോഡി വിരുദ്ധത, ഹിന്ദു വിരുദ്ധത, BJP വിരുദ്ധത. അപ്പോൾ ഞാൻ എന്തോ മഹാകാര്യം ചെയ്തു എന്നുള്ള ഒരു, നമ്മൾ ഇംഗ്ലീഷിൽ യൂഫോറിയ എന്ന് പറയും, ഒരു ആത്മസംതൃപ്തി ചെയ്തതിന്. അത്ര അയാൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷെ അയാൾ ഭീരുവാണ്. അയാൾ അതെന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ധൈര്യം കാണിച്ചവൻ എന്തിനാ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്? ഞാനത് ചാനലിൽ, പക്ഷേ അതിൽ വേറൊരു കാര്യമില്ല സർ. ഇപ്പം പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറയുക, അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം അതൊരു വിഷയമാകുന്നു എന്ന് കാണുമ്പോൾ അതങ്ങോട്ട് പിൻവലിക്കുക, എന്നിട്ട് ഉടനെ തന്നെ ഒരു മാപ്പ് പറച്ചിൽ. അപ്പൊ സ്വാഭാവികമായും ഹിന്ദു എന്ന് പറയുന്ന ജന്തുക്കൾ എന്ത് ചെയ്യും? ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു, മാപ്പ് പറഞ്ഞല്ലോ, ക്ഷമിച്ചു. ആ ക്ഷമയല്ല ഇവരൊക്കെ മുതലെടുക്കുന്നത്. ആശാൻ കാലൊടിച്ച ആളുകൾ ക്ഷമിച്ച പോലെ. അല്ല സർ, ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാണ്. കാരണം മന്തിയുടെ വിവാദം വന്നു, ഉണ്ണിക്കണ്ണനാണ് അതിൽ ഞാൻ കണ്ടൊരു പോസ്റ്റർ. ഭഗവാൻ കൃഷ്ണൻ സുദർശനവുമായി നിൽക്കുന്നതാണ്, അതായത് വിഷ്ണു സുദർശനവുമായി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഭാവം കൂടി അദ്ദേഹത്തിനുണ്ട് എന്ന് മനസ്സിലാക്കാത്തവരാണ് ഇത് ചെയ്യുന്നതും ഇതിനെ അനുകൂലിക്കുന്നതും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഇതിട്ടത് ശരത്തെ ഹരിദാസനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം അതാണ് ഉദ്ദേശിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് കൂടി ഉണ്ട്, ഭഗവാൻ അങ്ങനെ ഒരു തലം കൂടിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്താലും ഇത്തരത്തിൽ ഒരിക്കൽ ഭഗവാന്റെ പ്രാർത്ഥന തേരാളിയായി നിൽക്കുന്ന ഭഗവാന് പകരം CPM നേതാക്കളെ വെച്ചുകൊണ്ട് അത്തരത്തിലൊരു കാര്യം ചെയ്തു. അന്നും ഹിന്ദുക്കൾ ക്ഷമിച്ചു. ശ്രീനാരായണ ഗുരുവിനെ കുരിശിൽ ചേർത്ത് വലിച്ചുകൊണ്ട് പോയപ്പോഴും ക്ഷമിച്ചു. ഈശോനെ പറഞ്ഞപ്പോൾ പക്ഷെ നേരെ തിരിച്ചായി പോയി. അതാണ് ഇപ്പോൾ ഇതിൽ സംഭവിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ആ കാര്യത്തിൽ മാപ്പ് പറഞ്ഞാലും വെറുതെ വിടില്ല. ഒന്നും വേണ്ട. ജോസഫ് മാഷ കാര്യം, ജോസഫ് മാഷ് പ്രോഫറ്റിനെ ഒന്നും പറഞ്ഞില്ലല്ലോ, പ്രവാചകനെ പറഞ്ഞില്ല. ആ കഥയിലെ ആളുടെ പേര് അതായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി വരെ അത് മനസ്സിലാക്കുകയും അല്ലേ? അതെ, ഇത് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് മോർ ദാൻ 35 years, ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു സ്റ്റോറി വന്നിരുന്നു, മുഹമ്മദ് ഇഡിയറ്റ് എന്നാണ് എൻ്റെ ഓർമ്മ അതിൻ്റെ ടൈറ്റില്. ആ സ്റ്റോറി നത്തിങ് ടു ഡു വിത്ത് പ്രോഫറ്റ്. ഇതൊരു ഓർഡിനറി മനുഷ്യൻ. ഇപ്പോൾ നമ്മളിപ്പോൾ രാമൻ എന്ന പേരുള്ള കള്ളനെ പറ്റി പുസ്തകം എഴുതാറില്ല, അതിൻ്റെ പേരിൽ ഹിന്ദുക്കൾ എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കാത്തതാണോ സത്യത്തിൽ ഇവിടെ പ്രശ്നം? ഒരുപക്ഷെ അതായിരിക്കാം. അപ്പോൾ എന്നിട്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓഫീസ് ആക്രമിച്ചു. ബാംഗ്ലൂർ എഡിഷനിലായിരുന്നു ആ സംഭവം ഉണ്ടായത്. ബാംഗ്ലൂരിലത്തെ ഓഫീസ് അറ്റാക്ക് ചെയ്ത് വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവിനെ എന്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. കാരണം ഇപ്പോൾ എസ്പെഷ്യലി കേരളത്തിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. കേരളത്തിൽ എന്ന് വെച്ചാൽ വ്യക്തമായിട്ടുള്ള 2 മുന്നണികളും ആൻറ്റി ഹിന്ദുത്വ വികാരം ഉൾക്കൊള്ളുന്നവരാണ്. അവർ മത്സരിക്കുകയാണ്, ന്യൂനപക്ഷങ്ങളെ എങ്ങനെയെല്ലാം പ്രീണിപ്പിക്കാമോ, അപ്പീസ് ചെയ്യാമോ എന്നുള്ളതിൽ അവർ തമ്മിലൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതാണ് അവർക്കൊരു വഴി. കാരണം മറ്റ് ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ കയ്യിലാക്കണമെങ്കിൽ ഹിന്ദുവിനെ പറ്റാവുന്ന സ്ഥലത്തൊക്കെ വെച്ച് അവമാനിക്കാം. ഇതിനു മുമ്പ് ഇവിടെ ഒരു വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, പലരുടെ ഓർമ്മകളിൽ നിന്ന് അത് പോയി. എം ഹുസൈൻ നൊട്ടോറിയസ് പെയിൻറ്ററാണ്. അയാൾ വലിയ പെയിൻറ്ററാണെന്ന് ലോകം പറയുന്നു. പക്ഷേ അയാൾ അധികം കാണിച്ചിരിക്കുന്ന വൃത്തികേടുകൾ എന്താ? സരസ്വതി ദേവിനെ, ദുർഗേനെ, അവരുടെയൊക്കെ വളരെ മോശമായിട്ടുള്ള ഒബ്സീനായുള്ള ചിത്രങ്ങൾ വരച്ച് വയ്ക്കുക. അത് പ്രോഫറ്റിൻ്റെ വീട്ടിലൊരാളെ പറ്റി അയാൾ വരയ്ക്കില്ല. അപ്പോൾ ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് അയാളും പറയുന്നത്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ആണായിട്ട് പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു?
അയാൾക്ക് MA ബേബി ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെയും കൾച്ചറിൻ്റെയും സാംസ്കാരിക വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സമയത്ത് രാജാ രവിവർമ്മ പുരസ്കാരം പ്രഖ്യാപിച്ചു. രാജാ രവിവർമ്മ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇന്നത്തെ ഹിന്ദു ഗോഡ്സിൻ്റെ പലരുടെയും ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനകളിൽ കൂടി വന്നിട്ടുള്ളത്. അദ്ദേഹം അതിനാണ് അങ്ങനെയാണ് ഫേമസ് ആവുന്നത് തന്നെ, അല്ലാത്ത വരച്ചിട്ടില്ല എന്നല്ല. പക്ഷേ ഹിന്ദു ദേവതകളുടെയൊക്കെ എല്ലാ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ അദ്ദേഹം വരച്ചതാണ് എന്നുള്ളതാണ് നമ്മുടെ രീതി. അതിനു മുമ്പ് അങ്ങനെ അത്തരത്തിലുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടില്ല അത്രേ. അപ്പോൾ അയാൾക്ക് ഈ പ്രൈസ് പ്രഖ്യാപിച്ചു. അവസാനം ഹൈക്കോടതി സ്റ്റേ ചെയ്യേണ്ടി വന്നു. സർ, ഈ കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ജീസസ് ക്രൈസ്റ്റിന്റെ വേഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാർഡ് പോസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായത്. അതിനെതിരെ പോലും വലിയ പ്രതിഷേധം നമ്മുടെ നാട്ടിലുണ്ടായി. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അത് പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമായിക്കോട്ടെ, എന്തും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമായിക്കോട്ടെ, ഈ ഇറാൻ എന്ന് പറയുന്നത് പലരുടെയും പ്രധാനപ്പെട്ട ഒരു രാജ്യമാണല്ലോ. അപ്പോൾ അവിടെ മത നേതൃത്വമാണുള്ളത്. അവിടെ പോയിട്ട് അതിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിനെതിരെ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചിത്രം പ്രദർശിപ്പിക്കാനോ, അതായത് ആ മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദർശിപ്പിക്കാനായിട്ട് ഇവർക്ക് സ്വാതന്ത്ര്യം അവിടെ കിട്ടുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. വത്തിക്കാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു നീരസമുണ്ട് എന്നുണ്ടെങ്കിൽ ജീസസ് ക്രൈസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഗ്ദലന മറിയം ഒക്കെ ഉണ്ട്. അപ്പോൾ എടുത്തു പറയാവുന്ന പല സ്റ്റോറീസ് ഉണ്ടാക്കാൻ, പല ചിത്രങ്ങളും ഉണ്ടാക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അവർ അവിടെ ഇരുന്നു കൊണ്ട് ഇത് ചെയ്യുമോ? ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഇവർക്കൊക്കെ ഇതൊക്കെ കൊള്ളുന്നുണ്ടല്ലോ. അവിടെ ചെയ്യില്ല. അവിടെ ചെയ്യുന്ന തല കാണില്ല, അല്ലെങ്കിൽ ജയിലിലായിരിക്കും. രണ്ടിലൊന്നും സംഭവിക്കും. ഇപ്പോൾ ഞാൻ ഇന്നൊരു പോസ്റ്റ് കണ്ടതിൽ ചോദിക്കുന്നതാണ്, ഇപ്പോൾ വത്തിക്കാൻ കാത്തലിക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്, ഇൻ്റർനാഷണൽ ഹെഡ് ക്വാർട്ടേഴ്സാണത്. അവിടുത്തെ റൂളറും കൂടിയാണ് പോപ്പ്. അപ്പോൾ ആ റൂളറുടെ ഭരണത്തിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന ചെറിയ സിറ്റിയാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ബ്രഹ്മാണ്ടമൊന്നുമല്ല, ചെറിയ കൊച്ചിയേക്കാളും ചെറിയ നഗരമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഭരണത്തിൽ, അവിടുത്തെ ഭരണത്തിൽ പോപ്പിന് എന്തെങ്കിലും അപാകത സംഭവിച്ചാൽ ക്രൈസ്റ്റ് പോപ്പിനെ ചവിട്ടുന്ന പോലത്തെ ഒരു പടവിൽ വരിക്കില്ലല്ലോ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ ചോദിച്ച ചോദ്യമാണത്. എനിക്ക് വളരെ വളരെ ഒരു റീസണബിളായൊരു ക്വസ്റ്റ്യനായിട്ട് എനിക്ക് തോന്നി. അത് ചെയ്യില്ല. അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക് ഭരണകൂടത്തിലെ ഒരാൾ എന്തെങ്കിലും തെറ്റായി വരച്ചു കഴിഞ്ഞാൽ പ്രോഫറ്റ് ചവിട്ടുന്നതായിട്ട് പടം വരയ്ക്കും. പ്രോഫറ്റിൻ്റെ പടം പോലും വരയ്ക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഈ ഹിന്ദുവിൻ്റെ ആണെങ്കിൽ നെഞ്ചത്തൊക്കെ എങ്ങനെ വന്നാലും കയറാം, ആരും ചോദിക്കില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. പിന്നെ ഇതൊക്കെ ടെസ്റ്റ് ഡോസുകളാണ്, നാളെ ഇതിലും വലുത് ചെയ്യാനുള്ള അതിനുള്ള ടെസ്റ്റ് ഡോസുകളാണ്. പക്ഷെ ഉടനെ ഹിന്ദുക്കൾ പ്രതികരിക്കാൻ തുടങ്ങി. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറിയൊക്കെ പ്രതികരിച്ചു, കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ പെട്ടെന്ന് അത് പിൻവലിച്ചു. സർ, ഇക്കഴിഞ്ഞ കാലയളവ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ടെസ്റ്റ് ഡോസുകൾ നിരനിരയായിട്ട് വരുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഒരു കാശ്മീരി യുവാവ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ സ്വീറ്റ്സ് കൊണ്ടേ കൊടുക്കുന്നത്. ഗുരുവായൂർ പോലീസ് പറയുന്നത് മാനസിക രോഗമാണ് എന്നുള്ളതാണ്. തുളസിത്തറയിൽ രോമം പറിച്ചിടുന്ന ഒരു സംഭവം ഉണ്ടായി, അതിനെയും എഴുതിത്തള്ളി. അത് ഇത്തരം കാര്യങ്ങൾ ചെയ്തവരെ മാനസിക രോഗികളാക്കുന്ന ഒരു പ്രത്യേക യന്ത്രം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ 2005 ഓഗസ്റ്റിലും 2012 ഓഗസ്റ്റിലും 2005, 2012 ഓഗസ്റ്റ് ഒരേ മാസം തന്നെ വള്ളിക്കാവിൽ അമ്മയുടെ നേരെ ആക്രമണം ഉണ്ടായി. അമ്മയെ ആക്രമിക്കാൻ വേണ്ടി വന്ന് ആദ്യം ഒരു ആൾ വന്നു, പിന്നെ ഒരു സിഖുകാരൻ ഒരാൾ വന്നു. അവർ രണ്ടുപേരെയും ഉടനെ തന്നെ പ്രഖ്യാപിച്ച് അവർക്ക് മെൻ്റൽ ഡിസോർഡറാണ്. ഇവിടെ എനിക്ക് അറിയാം, ഇവിടെ നമ്മുടെ എറണാകുളത്ത് കിടന്ന സ്ഥലം പാവക്കുളം അമ്പലത്തിൽ, ഞാനന്ന് ആ കാലത്ത് അമ്പലത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഒരിക്കൽ വേറൊരു അമ്പലത്തിൽ നിന്ന് ഉത്സവം പ്രമാണിച്ച് താരം വരുന്ന ഒരു സംഭവമാണ്. സ്ത്രീകൾ ഇങ്ങനെ നൂറുകണക്കിന് സ്ത്രീകൾ താരം പിടിച്ചിങ്ങനെ വരുമ്പോൾ ഒരു വാട്ടർ ടാങ്കർ ലോറി, ഓട്ടോറിക്ഷ അല്ല, വാട്ടർ ടാങ്കർ ലോറി ഓടിച്ചിട്ട് അവർ നേരെ കൊണ്ടുവരികയാണ്. അത് ഇത്ര അടുത്തപ്പോൾ ഞാനും പ്രജീതനും തമ്മിൽ ഇരിക്കുന്നതിൻ്റെ ഇത്രയും ഡിസ്റ്റൻസിൽ വന്നു. ആ സമയത്ത് വണ്ടി ഓടിക്കാൻ അറിയുന്ന ഒരു മനുഷ്യൻ ചാടി ക്യാബിനിലേക്ക് കയറി ലോറിയുടെ, എന്നിട്ട് അയാൾ സ്റ്റോപ്പ് ചെയ്തു വണ്ടി. അതല്ലെങ്കിൽ എത്ര പേര് മരിക്കുമായിരുന്നു. ഞാനാണ് ഉടനെ തന്നെ, അന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്, കോടിയേരിക്കുള്ള ലെറ്റർ അവിടെ നിന്ന് തന്നെ എഴുതി ഫാക്സ് ചെയ്തത് ഞാനാണ്. സെക്രട്ടറി നൽകാൻ ഞാൻ സൈൻ ചെയ്തു. ഉടനെ തന്നെ കോടിയേരി ആക്ട് ചെയ്തു, പോലീസിനെയൊക്കെ അറിയിച്ചു. പോലീസ് വന്നു, ഇയാളെ ഞങ്ങൾ പിടിച്ചു നിർത്തി, വിട്ടില്ല. അയാളെ ഇറക്കി പിടിച്ചുകൊണ്ടൊന്ന് ഓഫീസിൻ്റെ അവിടെ കൊണ്ട് നിർത്തി. അല്ലെങ്കിൽ അയാൾ ഓടിക്കളയും. പിടിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം അയാളൊരു മുസ്ലിമായിരുന്നു. പിറ്റേ ദിവസം അവരുടെ ആൾക്കാരൊക്കെ ഓടി വന്നു പോലീസ് സ്റ്റേഷനിൽ.
അവന് കുറച്ച് തലയ്ക്ക് സുഖമില്ലാത്ത ആളാണ്, ഭാര്യ എപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങൾ സമ്മതിച്ചില്ല. അങ്ങനെ ആ കേസ് കുറേ നാൾ പോയി. പിന്നെ ആ കേസ്, ഇങ്ങനത്തെ കേസുകളൊന്നും അധികം പോവില്ല, കാരണം മുട്ടിയിട്ടില്ല, ഒരാൾക്ക് മുറിവേറ്റിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പിന്നെ അതിന് ന്യായം വരുന്നത്. അപ്പോൾ അയാളും തലയ്ക്ക് സുഖമില്ലാത്ത ആളായിട്ടാണ് അയാളെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഹിന്ദുവിൻ്റെ നേരെ ഇതേപോലത്തെ കടന്നുകയറ്റങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തലയ്ക്ക് അസുഖമാണെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു എന്താ പറയുക, മറ്റേ തീവ്രത അളക്കുന്ന യന്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെ യന്ത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരുവായൂരത്തെ സംഭവം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അയാളുടെ വീട്ടുകാരും ഒന്ന് കൊണ്ടുപോകാൻ പോവുക, ഏർപ്പാടായി. പോലീസുകാർ അവിടെ വെച്ച് തന്നെ തീരുമാനിച്ചു ഇയാൾക്ക് തലയ്ക്ക് അസുഖമാണ്. അവർ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാണ് വന്നിരുന്നെങ്കിൽ പോലീസ് എന്ത് ഉത്തരവാദിത്വം പറയും? പോലീസ് എപ്പോഴും കൈ ഒഴിയും. ഞങ്ങൾക്കിപ്പോൾ എല്ലാം നോക്കാൻ പറ്റുമെന്ന് ചോദിക്കും. ഈ പള്ളിക്കോണം രാജീവ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു, പക്ഷേ കേസുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒടുവിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ അയാൾക്ക് മാനസിക രോഗമാണെന്നുള്ളൊരു നറേറ്റീവ് സർട്ടിഫിക്കറ്റ് വരും. ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ മതിയല്ലോ. എത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട്? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. ഇവിടെ എത്ര ആൾക്കാർ ജോലിക്ക് പോകാതെ എന്നിട്ട് ലീവിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതി കൊടുക്കുന്ന നല്ല ഡോക്ടർമാരോട് ഉണ്ട്, എനിക്കറിയാം, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ എഴുതി കൊടുക്കും. അപ്പോൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾ മാനസിക രോഗിയായതുകൊണ്ടാണ് എന്തായാലും അന്നത്തെ പ്രത്യേക മാനസിക, അന്ന് അയാൾ മരുന്ന് കഴിച്ചിരുന്നു, ഏതൊക്കെ ഗുളിക കഴിച്ചിരുന്നുള്ളതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചിലപ്പോൾ ഹോട്ടലിൽ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതിനുപരി പറയും അയാൾ എന്നാലും മാപ്പ് പറഞ്ഞില്ലേ, അപ്പോൾ അയാൾക്ക് കുറ്റബോധം ഉണ്ടല്ലോ, അപ്പോൾ കുറ്റബോധമുള്ള ആളെ നമുക്ക് വെറുതെ വിടണ്ടേ എന്നൊക്കെ ആയിരിക്കും അയാളുടെ അഡ്വക്കേറ്റ് വാദിക്കാൻ പോകുന്നത്. ഈ മാപ്പ് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, ജോസഫ് മാഷിനുണ്ടായ നഷ്ടം കുടുംബം തന്നെ ഇല്ലാതെ, അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതായിരുന്നില്ല എന്ന് പറഞ്ഞു. നൂപുർ ശർമ്മ ഇപ്പോഴും സെക്യൂരിറ്റിയിലാണ്, ഹൈ സെക്യൂരിറ്റിയിലാണ്, ടൈറ്റ് സെക്യൂരിറ്റിയാണ് അവർക്കുള്ളത്. അപ്പോൾ അവരെല്ലാം പറഞ്ഞു, എന്നിട്ടും മാപ്പ് കൊടുത്തിട്ടില്ല. അതാണ് ഹിന്ദുവിൻ്റെ കാര്യം പറയുന്ന ആൾക്കാണെങ്കിൽ മാപ്പ് കൊടുക്കണ്ടെന്നാണ് തീരുമാനം. ഹിന്ദു വിരുദ്ധതയുള്ള ആളാണെങ്കിൽ ഒന്നുകിൽ തലയ്ക്ക് അസുഖം അല്ലെങ്കിൽ ഒരു മാപ്പ്, പ്രശ്നം സോൾവ്, അവരുടെ പ്രശ്നം തീർന്നു. നൂപുർ ശർമ്മയുടെ കാര്യത്തിൽ നൂപുർ ശർമ്മ പുതുതായിട്ട് എന്താ പറഞ്ഞത്? നൂപുർ ശർമ്മ അവരുടെ റിലീജിയസ് ടെക്സ്റ്റിൽ നിന്ന് കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് അതിൽ പറയുന്നതെല്ലാം ഒന്ന് ചോദിക്കുകയാണ് ചെയ്തത്, അല്ലാതെ അവർ പുതുതായിട്ടൊരെണ്ണം കണ്ടുപിടിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ എന്നിട്ടും അവർക്ക് എന്താ പറയുക, അവരുടെ സംഘടനാപരമായിട്ടുള്ള അവരുടെ കരിയറും നഷ്ടപ്പെട്ടു. ഇപ്പോഴവർ സെക്യൂരിറ്റിയിൽ മനസ്സമാധാനം ഇല്ലാത്തൊരു ജീവിതം നയിക്കേണ്ടി വരിക. അല്ലെങ്കിൽ സൽമാൻ റഷ്ദിക്ക് എന്താ പറ്റിയത്? എത്ര കൊല്ലം ഒളിച്ച് ഒക്കെ നടന്നു, അവസാനം വധശ്രമം ഉണ്ടായി, ഒരു കണ്ണൊക്കെ പോയില്ലേ? അതിൻ്റെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ, സൽമാൻ റഷീദ് ബുക്ക് ആദ്യം ബാൻ ചെയ്തത് നമ്മുടെ ഭാരതത്തിലാണ് രാജീവ് ഗാന്ധി. ഇസ്ലാമിക് കൺട്രീസ് അല്ല ബാൻ ചെയ്തത് ആദ്യം. ഒരുപക്ഷെ അവർ അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അതിൻ്റെ ബുക്ക് ഉണ്ടെന്ന്. രാജീവ് ഗാന്ധി ഇവിടെ ബാൻ ചെയ്തപ്പോഴാണ് ഈ സംഗതി അറിയുന്നത്. അപ്പോൾ ഈ പ്രത്യേക തരത്തിലുള്ള ഈ എന്താ പറയുക, സെലക്റ്റീവായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുക. ഹിന്ദുവിന് ഒരു മാനദണ്ഡം വേറെ, മറ്റുള്ളവർക്ക് വേറെ, സെലക്റ്റീവാണ്. അതാണ് ഈ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് സെലക്റ്റീവായുള്ള മാനദണ്ഡമാണ്. അല്ലെങ്കിൽ എത്രയോ തലത്തിൽ ഈ നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മാനബന്ധുക്കൾക്ക് നേരെയുള്ള ഇതേപോലത്തെ അതിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കാസർഗോഡ് ഒരു ക്ഷേത്രത്തിൽ ഈ ദഫ്മുട്ട് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് അമ്പലത്തിന് മുറ്റത്ത് സാധാരണ ആൾക്കാർ ചെരുപ്പിട്ട് നടക്കാത്ത സ്ഥലത്ത് ഈ സാധനം യൂണിഫോമൊക്കെ ഇട്ടിട്ട് നടത്തി. അത് മതസൗഹാർദ്ദമാണ്. മതസൗഹാർദ്ദമാണ്. ചെണ്ടമേളവുമായി ചെന്നിടത്തുനിന്ന് ഓടിക്കുകയും ചെയ്തു. ചെണ്ടമേളം പറ്റില്ല. അപ്പോൾ നമ്മൾ തൃശ്ശൂർ വാടാനപ്പള്ളിക്കടുത്ത് മണത്തല ശിവക്ഷേത്രത്തിലെ 50s ഉണ്ടായ സംഭവം വളരെ വലിയ സംഭവമാണ്. അതിൽ കൊട്ടിക്കൊണ്ട് പോകാൻ പാടില്ല. നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ ചെയ്യാറില്ല. പണ്ട് ഏതോ കാലത്തുണ്ടായിരുന്നു. പിന്നെ ഇസ്ലാമിൻ്റെ വരവോടി അവർ ആ മോസ്ക് എത്തുമ്പോൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെയധികം ആദരവുള്ള, എന്നെ വളരെയധികം സ്നേഹിച്ചതും വാത്സല്യത്തോട് സ്നേഹിച്ചിരുന്ന ആളാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതുപോലെയാണ്. പക്ഷെ അദ്ദേഹം അന്ന് ഹോം മിനിസ്റ്ററായിരുന്നു.
1957 EMS മന്ത്രിസഭയിലെ ഹോം മിനിസ്റ്ററായിരുന്നു ആദ്യം. പിന്നീട് അദ്ദേഹത്തിനെ മാറ്റി അച്യുതമേനോനെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനായിട്ട് ഹിന്ദു ലീഡേഴ്സ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? കേട്ടിട്ടുണ്ടോ കഥ? അതായത് ഘോഷയാത്ര പോകുമ്പോൾ കൊട്ടണാണല്ലോ പ്രശ്നം. എത്ര സംഘം ചെണ്ടയുണ്ടെന്ന് ചോദിച്ചു. അതായത് ടീം നമ്മൾ പറയില്ല, ഒരു 15 പേരുള്ള ഒരു ചെണ്ട സംഘം, വേറൊരു 15 അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് 2 ആക്കുക, ഒരെണ്ണം മുന്നിലും ഒരെണ്ണം പുറകിലും. ഘോഷയാത്ര ഇങ്ങനെ വന്ന് ഇവിടെ മോസ്കാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ മുന്നിലുള്ള ആൾ നിർത്തുക, അപ്പോഴും പുറകിൽ കൊട്ടുണ്ടല്ലോ, ഇത് കടന്നു പോകും. കടന്നു പോയി കഴിഞ്ഞ് പിന്നെ അവർക്ക് കൊട്ടാം. ഇത് കഴിഞ്ഞാലേ അത് കഴിഞ്ഞ് ഈ ഏറ്റവും പുറകിലുള്ള ആൾക്കാർ ഈ ഫ്രണ്ടിൽ ഈ മോസ്കിൻ്റെ മുന്നിലെത്തുമ്പോൾ അപ്പോൾ കൊട്ട് നിർത്തണം. അപ്പോഴവിടെ കൊട്ടുണ്ടാവും. അത് കഴിഞ്ഞ പോലെ അപ്പോൾ നിങ്ങൾക്ക് കൊട്ട് നിർത്തിയില്ലല്ലോ. വക്കീലിൻ്റെ ബുദ്ധിയാണ്. കൊട്ട് നിർത്തിയില്ല എന്നൊരു ആശ്വാസം നിങ്ങൾക്കില്ലേ? അവർ മുമ്പിൽ കൊട്ടിയില്ല. ഇതാണ് ഹിന്ദുവിന് കിട്ടുന്ന അഡ്വൈസ്. ഇതാണ് നമ്മൾ വിശാലമായ ഇതല്ലേ, സർവ്വധർമ്മ സമഭാവനയിൽ. അപ്പോൾ നിങ്ങൾ ഇതിനെ ഇത്തരം ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇതിനെ വികാരം കൊള്ളാമോ? അപ്പോൾ അത് നിങ്ങൾ ഹിന്ദുവിന് മാത്രം ഉള്ളതാണ് ഈ സർവ്വധർമ്മ സമഭാവന. ബാക്കിയുള്ളവർക്ക് ആവശ്യമില്ല. സാധാരണ കമ്മ്യൂണിസ്റ്റുകൾ സാധാരണ പറയാറില്ലേ, ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല, പക്ഷെ നിങ്ങൾക്കുണ്ടല്ലോ. നിങ്ങൾ ഭരിക്കുമ്പോൾ ജനാധിപത്യം നിങ്ങൾ കാണിക്കണം. ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാണ്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്ന പോലെയാണ്.